എന്തായാലും സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സാന്നിധ്യം ഭരണപക്ഷത്തിന് ഇത്തരം ആയുധം കൊടുക്കുമെന്നുള്ളതുകൊണ്ട് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കാനായിരിക്കും സാധ്യത. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഇന്നും പ്രതിപക്ഷം ഉന്നയിക്കുക. അതേസമയം കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് തുടരുകയാണ്. ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതുവരെ സഭയിൽ ആ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കാരണം സഭാ കവാടത്തിൽ UDF MLA-മാർ 2 MLA-മാരാണ് സത്യാഗ്രഹം ഇപ്പോഴും തുടരുന്നത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. ഒരു ഭാഗത്ത് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും സഭയ്ക്കുള്ളിലും പുറത്തും ഉന്നയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിലെത്തില്ല. സുനിഷ അയ്യല്ലൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, വെരി ഗുഡ് മോർണിംഗ് സുനിഷ. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനുള്ള സാധ്യത ഇന്ന് നമ്മൾ കാണുന്നില്ലല്ലോ. അടൂരിലെ വീട്ടിൽ തന്നെ ഇല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും ആദ്യ ദിവസം നാടകീയ രംഗങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നില്ല. അതേ രീതി നോക്കുകയാണെങ്കിൽ ഇന്നും എത്തില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ അത് ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഒരുക്കേണ്ടതില്ല എന്നത് തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെയും ഇന്നും ഏതായാലും രാഹുൽ എത്തില്ല എന്ന് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഇല്ലാതിരുന്നിട്ട് പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ പറയുന്ന സാഹചര്യങ്ങൾ അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വരുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അതൊക്കെ തന്നെയും കണക്കിലെടുത്തുകൊണ്ട് അമിതാവേശം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നു എന്നത് തന്നെയാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എല്ലാ ദിവസവും എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു സംശയം കൂടി പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് നിലവിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പതിയെ സജീവമായിക്കോട്ടെ, പക്ഷേ നിരന്തരം ഇങ്ങനെ എല്ലാ ദിവസവും സഭയിലേക്ക് എത്തുമ്പോൾ ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മാറുകയാണെങ്കിൽ അത് ശരിയാകില്ല എന്നതാണ് പ്രതിപക്ഷം നിലവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ കരുതുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഏതായാലും വെള്ളിയാഴ്ച എത്താനുള്ളൊരു സാധ്യത കൂടി ഒന്നാം ദിവസം വന്നതാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച എത്തുമോ എന്നൊരു സംശയം കൂടി പ്രകടമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശനിയാഴ്ചയോടുകൂടി പാലക്കാട് മണ്ഡലത്തിലേക്ക് സജീവമായി എത്തുമെന്നത് കാര്യം കൂടി ഇങ്ങനെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനി തിരുവനന്തപുരത്ത് എത്തിയാലും പാലക്കാടേക്ക് എത്തിയാലും പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം SFI കാറിന് മുന്നിൽ തന്നെ പ്രതിഷേധിക്കുന്നതും കുത്തിരുന്ന് പ്രതിഷേധിക്കുന്നതും ഒക്കെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ പാലക്കാടായാലും തിരുവനന്തപുരത്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ പ്രതിഷേധം ശക്തമായി തന്നെ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല അരുൺ.